ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ നാസർ. ചെറിയൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മൊബൈലിൽ കണക്റ്റായ പാസ്വേഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? വൈഫൈ പാസ്വേഡ്, അതുപോലെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓഫീസിലുള്ള വൈഫൈ പാസ്വേഡ്, അതുപോലെ നമ്മൾ ഏത് റൂമിലേക്ക് പോവുകയാണെങ്കിലും അവർ നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈഫൈ പാസ്വേഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തി നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഏത് മൊബൈലിലും വർക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു തട്ടിപ്പല്ല, യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇത് പ്രോ വെർഷനാണ്, എല്ലാവരും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിന്ന് നാളായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഉള്ളവർ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിന്റെ താഴെ നിങ്ങൾക്ക് ഓപ്പൺ റൂട്ടർ പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രൗസർ, നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബ്രൗസർ, ചിലപ്പോൾ ക്രോം ആയിരിക്കും, ചിലപ്പോൾ ഇന്റർനെറ്റ് ബ്രൗസർ ആയിരിക്കും, അതിലേതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണിക്കും അഡ്മിൻ. യൂസർ നെയിം ആൾറെഡി ഇതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിൻ ആയിരിക്കും. അതിന്റെ പാസ്വേഡ് നിങ്ങൾ സെയിം അഡ്മിൻ തന്നെ കൊടുക്കുക. എന്നതിന്റെ ശേഷം നിങ്ങൾ താഴെ ലോഗിൻ എന്നുള്ളൊരു ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾ രണ്ടാമത്തെ ഡയലപ്പ് എന്നുള്ളതിന്റെ താഴെ ഈ കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ കണക്റ്റ് ആയ സഭയാണോ, അല്ല നിങ്ങൾ ഏതാണ് കണക്ട് ചെയ്തിരിക്കുന്ന, ഏത് കൺട്രിയിലാണ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷനുകൾ, അതിന്റെ നെയിം, ഏത് നാട്, സ്ഥലം എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഏറ്റവും താഴെ നിങ്ങൾക്ക് കീ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈന്റെ പാസ്വേഡ്. ഇത് ഷോ എന്നുള്ള ഈ ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വൈഫൈ പാസ്വേഡ് കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം തുപ്പാക്കി എന്നുള്ള ഒരു വൈഫൈ പാസ്വേഡ്. ഇത് തന്നെയാണ് എന്റെ ഫ്രണ്ട് റൂമിൽ നിന്ന് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകളും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് വഴി രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ പേജിൽ നിന്ന്, അബ്ദുൽ നാസർ എന്നുള്ള പേജിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ലിങ്ക് വർക്കാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ലിങ്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് മൊബൈലിൽ ഉപയോഗിക്കുന്ന വൈഫൈ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ലിങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് അതിന്റെ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. അതിന് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം പ്ലീസ് വെയിറ്റ് എന്നുള്ളത് ഒരു 5 സെക്കൻഡ് ഓടുന്നത്. 5 സെക്കൻഡ് ഓടിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ സ്കിപ്പ് ആഡ് കൊടുക്കുക നിങ്ങൾ. അതിന് ശേഷം 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് വേറൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ മുന്നിൽ ഒരു പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പരസ്യം കാണാം. ഇതിലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് മൊബൈൽ ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ചു കൊടുക്കുക. ഈ മുകളിൽ പ്ലീസ് വെയിറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾ വീണ്ടും ഒരു സ്കിപ്പ് ചെയ്യുക. അവിടെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം വീണ്ടും ആ പഴയ പേജിലേക്ക് തന്നെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അതിൽ വീണ്ടും നിങ്ങൾക്ക് കാണാം പ്ലീസ് വെയിറ്റ് എന്നുള്ളത് ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. മുകളിലായിട്ട് ഈ സൈഡിലായിട്ട് അതിൽ സ്കിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ ഈ പേജിൽ വരുന്ന ആപ്ലിക്കേഷനുകൾ വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന വൈഫൈ പാസ്വേഡ് കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പേജിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.